നമ്മുടെ ഇന്നത്തെ മതബോധന കളരിയിലേക്ക് സ്വാഗതം. നമുക്ക് 2651 തന്നെ ഒന്നുകൂടി വായിക്കാം. പ്രാർത്ഥനയുടെ പാരമ്പര്യം എന്ന 2-ാമത്തെ അധ്യായത്തിൻ്റെ ആമുഖമായിട്ടുള്ള ഭാഗമാണ്. രക്ഷാകര പദ്ധതിയിലെ സംഭവങ്ങളും വചനങ്ങളും ഹൃദയത്തിൽ കാത്തു സൂക്ഷിക്കുന്ന വിശ്വാസിയുടെ ധ്യാനത്തിലൂടെയും പഠനത്തിലൂടെയും അവർക്ക് അനുഭവവേദ്യമാകുന്ന ആധ്യാത്മിക യാഥാർത്ഥ്യങ്ങളുടെ ആഴമേറിയ ഉൾക്കാഴ്ചയിലൂടെയും വിശ്വാസ പൈതൃകം രൂപം കൊള്ളുകയും വളരുകയും ചെയ്യുന്നതിനുള്ള മാർഗങ്ങളിലൊന്നാണ് ക്രൈസ്തവ പ്രാർത്ഥനാ പാരമ്പര്യം. ക്രൈസ്തവ പ്രാർത്ഥനാ പാരമ്പര്യങ്ങളിലൂടെയാണ് വിശ്വാസത്തിൻ്റെ പൈതൃകം രൂപം കൊള്ളുന്നത്. ഇത് പറയുമ്പോൾ നമ്മൾ മുൻപ് പഠിച്ചിട്ടുള്ള ഒരു ഭാഗം ഓർമ്മയിലേക്ക് വരികയാണ്. അതിതാണ് ലെക്സ് ഒറാൻഡി ലെക്സ് ക്രെഡാൻഡി, അതായത് പ്രാർത്ഥനയുടെ നിയമവും വിശ്വാസത്തിൻ്റെ നിയമവും. എങ്ങനെ പ്രാർത്ഥിക്കുന്നുവോ അങ്ങനെ വിശ്വസിക്കുന്നു. നമ്മുടെ വിശ്വാസം വളരണമെങ്കിൽ, നമ്മുടെ വിശ്വാസ പൈതൃകം വളരണമെങ്കിൽ അതുപോലെയുള്ള പ്രാർത്ഥനാ ചൈതന്യം വളരണം. അപ്പോൾ നമ്മൾ ഇന്നലെ പഠിച്ച ആ പാരഗ്രാഫിന് വിശ്വാസ പൈതൃകം, അത് ഇംഗ്ലീഷിലാണ് കുറച്ചുകൂടി മനോഹരമായിട്ട് ആ ഒരു ഫ്രേസ് വരുന്നത്. The tradition of Christian prayer is one of the ways in which the tradition of faith takes shape. അതാണ് tradition of faith takes shape. വിശ്വാസ പൈതൃകം രൂപം കൊള്ളുന്നത് പ്രാർത്ഥനാ പാരമ്പര്യത്തിലൂടെയാണ്. സ്നേഹമുള്ളവരെ, ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, എന്തോ എനിക്കറിയില്ല, ഇന്ന് വീണ്ടും പറയാൻ തോന്നുകയാണ്. നമ്മൾ ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിൻ്റെ പഠനത്തിലൂടെ നമ്മുടെ വിശ്വാസത്തിന് വളരെ വലിയ ഒരു കൊടുമുടിയിലേക്ക് പോകാൻ വേണ്ടിയുള്ള പഠനത്തിൻ്റെ ആദ്യ ഭാഗമാണിത്. അപ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട ഭാഗം വിശ്വാസത്തിൻ്റെ പ്രഘോഷണം, വിശ്വാസത്തിൻ്റെ ആഘോഷണം, വിശ്വാസത്തിൻ്റെ ജീവിതം. ഇതാണ്. അതിൻ്റെ പഠനത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിട്ടില്ല, കുറച്ച് പ്രവേശിച്ചു. അപ്പോൾ അതിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തും. അതുപോലെ വിസ്മയനീയമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നമ്മൾക്ക് പഠിക്കാനുണ്ട്. എന്നാൽ അത് പഠിക്കണമെങ്കിൽ അതിനു മുൻപ് നമ്മളൊരു ഗ്രൗണ്ട് വർക്ക്, നമ്മൾ അതിനു വേണ്ടി ഒരു തയ്യാറെടുപ്പാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രാർത്ഥനയുടെ പാരമ്പര്യം, പ്രാർത്ഥനാ ജീവിതം. അതുകൊണ്ട് ഞാൻ വീണ്ടും നിങ്ങളെ സ്നേഹത്തിൽ ആഹ്വാനം ചെയ്യുകയാണ്. ഈ ഭാഗം, ഈ പ്രാർത്ഥനയുടെ ഭാഗം ശരിക്ക് അടിത്തറ പാകി ആഴമായി നമ്മൾ പഠിക്കുകയാണെങ്കിൽ, നമ്മൾ ആ പ്രാർത്ഥനയിൽ കൂടുതൽ ശക്തമായ അനുഭവസ്ഥമായി നീങ്ങുകയാണെങ്കിൽ, നമുക്ക് പിന്നീട് CCCയിലെ മതബോധന ഗ്രന്ഥത്തിലെ ആ വിശ്വാസത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കത് എളുപ്പം മനസ്സിലാകും. ഓക്കെ, അപ്പോൾ ഞാനത് മുൻകൂട്ടി പറയുകയാണ്. നമ്മളിനി ഇതിൻ്റെ സൈഡിൽ എഴുതിയിരിക്കുന്ന 94-ാമത്തെ ഖണ്ഡികയിലേക്ക് പോവുകയാണ്. 94 കണ്ടോ, 94 ആരംഭത്തിൽ വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഭാഗമാണ്. വിശ്വാസഗ്രഹണത്തിൻ്റെ വളർച്ച. അപ്പോൾ വിശ്വാസം ഗ്രഹിക്കാൻ പറ്റും, അത് വളർത്താൻ പറ്റും. അതിൻ്റെ നമുക്കിഷ്ടമുള്ള മാതിരി നമുക്കിഷ്ടമുള്ളത് പഠിച്ച് ഇഷ്ടമുള്ളത് വിശ്വസിക്കുന്നതിലല്ല വിശ്വാസം വളരുന്നത്. വിശ്വാസം വളരണമെങ്കിൽ അതിന് സഭയിൽ കർത്താവ് ഈശോ തന്നെ നൽകിയിരിക്കുന്ന ചില വഴികളുണ്ട്. അതിനെ നമ്മൾ ദൃഢമായി അതിനെ ശരണം വയ്ക്കണം. അപ്പോൾ ആ വഴികളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കര നല്ല ഒരു പോയിൻ്റാണ്. നമ്മുടെ വിശ്വാസം വളരണോ അതോ ഇങ്ങനെ തന്നെ ഇരുന്നാൽ മതിയോ? ഇത് പറയുമ്പോൾ നമുക്ക് വിശ്വാസമില്ല എന്നല്ല പറയുന്നത്. വിശ്വാസം എപ്പോഴും വളരാനുള്ള സാധ്യതയുണ്ട്. വിശ്വാസം ആരിലാണ്? നമ്മൾ മനസ്സിലാക്കി, കാണപ്പെടാത്തവ ഉണ്ട് എന്ന് വിശ്വസിക്കുന്നതാണ് വിശ്വാസം എന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ ഈ ഇടയ്ക്ക് മനസ്സിലാക്കി, എന്നാൽ അതിനേക്കാൾ വലുതാണ് നമ്മുടെ വിശ്വാസം.
നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർത്തീകരിക്കുന്നവരുമായ യേശു ക്രിസ്തുവിനെ മുമ്പിൽ കണ്ടുകൊണ്ട് വേണം നാം ഓടാൻ. അതും CCCയിൽ തന്നെ പറഞ്ഞിരിക്കുന്നതാണ്. CCCയിൽ 147. ഈ വിശ്വാസത്തിൻ്റെ സാക്ഷികളെ കൊണ്ട് സമ്പന്നമാണ് പഴയ നിയമം. ദൈവികമായ അംഗീകാരം സിദ്ധിച്ച പൂർവീകരുടെ മാതൃകായോഗ്യമായ വിശ്വാസത്തെ എബ്രായർക്കുള്ള ലേഖനം പ്രശംസിക്കുന്നുണ്ട്. അതാണ് 14-ാം അധ്യായം. ഇങ്ങനെയാണെങ്കിലും ദൈവം നമുക്കായി കൂടുതൽ ശ്രേഷ്ഠമായത് കരുതിയിട്ടുണ്ടായിരുന്നു. എന്താണത്? എബ്രായർ 12:2. നമ്മുടെ വിശ്വാസത്തിൻ്റെ നാഥനും അതിനെ പൂർണ്ണതയിലെത്തിക്കുന്നവനുമായ ദൈവപുത്രനായ യേശുവിൽ വിശ്വസിക്കാനുള്ള വരം. പ്രൈസ് ദ ലോർഡ്. ഇതാണ്. അപ്പോൾ നമ്മൾ ആ എബ്രായർ 11 നിന്ന് പോരാം, എബ്രായർ 12 നമ്മൾ ജീവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ വിശ്വാസത്തിൻ്റെ വളർച്ചയുടെ ഒരു കാലം നമുക്കിപ്പോൾ മനസ്സിലായില്ലേ? നമ്മൾ വിശ്വസിക്കുന്നത് കാണപ്പെടാത്തവ ഉണ്ട് എന്നതിലല്ല. ദൈവം കാണപ്പെടാത്തവനായ ദൈവം കാണപ്പെടുന്നവനായി നമ്മുടെ മുമ്പിലേക്ക് വരികയും നമ്മളിൽ ലയിച്ചു ചേരുകയും നമ്മളിൽ തുളച്ചു കയറുകയും നമ്മളിൽ ലയിച്ചു വസിക്കുകയും നമ്മൾ അവനിലും അവൻ നമ്മളിലും വസിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ നമ്മുടേത്. അതാണ് പഴയ നിയമം പുതിയ നിയമം തമ്മിലുള്ള വ്യത്യാസം. ഹല്ലേലൂയ. അപ്പോൾ വിശ്വാസ സംഗ്രഹണത്തിലുള്ള വളർച്ച വളരെ പ്രധാന ഒരു പാരഗ്രാഫാണിത്. 94. ഇതിൽ 1, 2, 3, 4 കാര്യങ്ങളുണ്ട്. വിശ്വാസ സംഗ്രഹണത്തിൽ വളരണമെങ്കിൽ ഈ 4 കാര്യങ്ങളെ നമുക്ക് മുറുക്കെ പിടിക്കാം. 1, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ. പ്രൈസ് ദ ലോർഡ്. വിശ്വാസം വളരണമെങ്കിൽ എന്ത് വേണം? പരിശുദ്ധാത്മാവിൻ്റെ സഹായം വേണം. അതാണ് നമ്മളെപ്പോഴും പരിശുദ്ധാത്മാവിൻ്റെ ഗാനം ആലപിച്ചുകൊണ്ടാണ് എല്ലാം തുടങ്ങുന്നത്. അപ്പോൾ അത് പാടുന്നതിലല്ല, അത് പാട്ടുപാടി, പരിശുദ്ധാത്മാവിൻ്റെ പാട്ടുപാടി. ഇനി ബാക്കി പ്രാർത്ഥന ചെയ്യൂ. നമ്മളും എല്ലാ ദിവസവും രാവിലെ ആരംഭിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയിട്ടാണ്. പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടുന്നു എന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? പരിശുദ്ധാത്മാവിൻ്റെ സഹായം. പരിശുദ്ധാത്മാവിൻ്റെ സഹായമില്ലാതെ നമ്മളൊരിക്കലും ഒരു കാര്യവും ചെയ്യാൻ പറ്റില്ല. അതാണ് കുരിശ് വരയ്ക്കണത് തന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും കണ്ടോ. പിന്നെന്തുണ്ടായി? പിതാവ് പുത്രനെ അയച്ചു, പിതാവും പുത്രനും എന്ത് ചെയ്തു? പരിശുദ്ധാത്മാവിനെ അയച്ചു. ആ പരിശുദ്ധാത്മാവ് എന്ത് ചെയ്തു? ആ പരിശുദ്ധാത്മാവ് അതാണ് പരിശുദ്ധാത്മാവിൻ്റെയും കണ്ടോ എന്ന് പറഞ്ഞാൽ അവർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കണ്ടോ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും എന്ന് പറയുമ്പോൾ നമ്മൾ ഇടത്തേതിൽ നിന്നും വലത്തേതിലേക്ക് മാറുകയാണ്. ഇടത്തേതിനനുസരിച്ചുള്ള ജീവിത രീതിയിൽ നിന്നും വലത്തേതിലേക്ക് നമ്മളെ മാറ്റുന്നു. നമ്മളിപ്പോൾ എവിടെയാണ്? നമ്മൾ ദൈവത്തിൻ്റെ വലതു ഭാഗത്താണ്. അപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിലാണ് വിശ്വാസത്തിൻ്റെ വളർച്ച, വിശ്വാസ സംഗ്രഹണത്തിൻ്റെ വളർച്ച. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ, ഈ വാക്ക് തന്നെ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? വിശ്വാസ നിക്ഷേപം. നമ്മൾ നിക്ഷേപം എന്നുള്ള വാക്ക് പലപ്പോഴും ഫിക്സഡ് ഡെപ്പോസിറ്റുമായിട്ടാണ് അറിയപ്പെടുന്നത്. ഫിക്സഡ് ഡെപ്പോസിറ്റ്, പലതരത്തിലുള്ള നിക്ഷേപങ്ങളുണ്ട്. പലതരത്തിലുള്ള നിക്ഷേപങ്ങൾ, പെൻഷൻ നിക്ഷേപം അല്ലെങ്കിൽ വിവാഹ നിക്ഷേപം, പലതരത്തിലുള്ള ഡെപ്പോസിറ്റുകൾ, വിശ്വാസ നിക്ഷേപം. ഈ കത്തോലിക്ക സഭയുടെ മതബോധനത്തിനെ പ്രമുൽഗമേറ്റ് ചെയ്തുകൊണ്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നത് ഇത് പറഞ്ഞുകൊണ്ടാണ്, വിശ്വാസ നിക്ഷേപം എന്നാണ് പറഞ്ഞേക്കുന്നത് കേട്ടോ. ഇതിൻ്റെ ആദ്യത്തെ ആമുഖത്തിൽ നമുക്ക് കാണാം, കത്തോലിക്ക സഭയുടെ മതബോധനം എന്നാണ് ഇതിൻ്റെ പേരെങ്കിലും അതിൻ്റെ മറ്റൊരു പേര് വിശ്വാസ നിക്ഷേപം എന്നാണ്. വിശുദ്ധ ലിഖിതം, അപ്പസ്തോലിക പാരമ്പര്യം, സഭയുടെ പ്രബോധനാധികാരം എന്നിവയിൽ അധിഷ്ഠിതമായ ഇവയാൽ പ്രകാശിതമോ ആയ സഭയുടെ വിശ്വാസത്തിൻ്റെയും കത്തോലിക്ക
വിശ്വാസ പ്രബോധനത്തിനുള്ള അസന്നിഗ്ധ മാനദണ്ഡവും സഭ ഐക്യത്തിനുള്ള സാധുവും നിയമപരവുമായ ഉപകരണവുമാണ് ഈ ഗ്രന്ഥമെന്ന് ഞാൻ പ്രഖ്യാപിക്കുന്നു. മാർപ്പാപ്പ ദൈവരാജ്യത്തിൻ്റെ അക്ഷയപ്രകാശത്തിലേക്കുള്ള തീർത്ഥാടനത്തിൽ ക്രിസ്തു ശരീരമാകുന്ന ദൈവത്തിൻ്റെ സഭയിൽ പരിശുദ്ധാത്മാവ് നിരന്തരം ആവശ്യപ്പെടുന്ന നവീകരണത്തിന് ഈ ഗ്രന്ഥം ഉപകരിക്കട്ടെ. അതാണ് വിശ്വാസത്തിൻ്റെ നിക്ഷേപം എന്നാണ് വാസ്തവത്തിൽ ഈ ഗ്രന്ഥത്തിൻ്റെ മറ്റൊരു പേരും. ഈ ഗ്രന്ഥം പരിശുദ്ധാത്മനിവേശിതമായി പ്രഖ്യാപിച്ച ആ രേഖയാണ് ഇതിൻ്റെ മുൻപിലുള്ളത്. അപ്പോൾ വിശ്വാസത്തിൻ്റെ നിക്ഷേപം എന്ന് പറയുന്നതാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ആ നിക്ഷേപത്തിൽ അടങ്ങിയിരിക്കുന്നത് എന്തൊക്കെയാണെന്ന് അവിടെ പറയുന്നുണ്ട്. എന്തൊക്കെയാണ്? വിശുദ്ധ ലിഖിതം, അപ്പസ്തോലിക പാരമ്പര്യം, സഭയുടെ പ്രബോധന അധികാരം. ഇതിനകത്ത് അഞ്ചാമത്തെ പേജിലാണ്. എന്നിവയിൽ അധിഷ്ഠിതമായതോ അവയാൽ പ്രകാശിതമായതോ സഭയുടെ വിശ്വാസത്തിൻ്റെയും കത്തോലിക്ക പ്രബോധനത്തിൻ്റെയും വ്യക്തമായ പ്രകാശനമാണിത്. ഓക്കെ, നമ്മളിങ്ങോട്ട് പോകാം. 94-ാമത്തെ പാരഗ്രാഫിലേക്ക് പോകാം. അപ്പം വിശ്വാസ നിക്ഷേപം എന്നത് എന്താണെന്ന് ഒരു സൂചന നൽകിയതാണ്. നമുക്ക് ദൈവം തന്നിരിക്കുന്ന വിശ്വാസ നിക്ഷേപം അത് സഭയിലൂടെയാണ് നൽകിയിരിക്കുന്നത്. അതാണ് കർത്താവ് ഈശോ മിശിഹ അപ്പസ്തോലന്മാർക്ക് കൈമാറിയത്. ആ അപ്പസ്തോലന്മാരിലേക്ക് കൈമാറിയ ആ വിശ്വാസ നിക്ഷേപം അപ്പസ്തോലന്മാരിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. വിശ്വാസ നിക്ഷേപം പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ വളർച്ചയുണ്ടാകുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. അപ്പോൾ പരിശുദ്ധ കത്തോലിക്ക സഭയുടെ ജീവിതത്തിൽ നമ്മൾ കത്തോലിക്ക സഭയിലൂടെ ആണ് ഈ വളർച്ച നേടേണ്ടത്. ഈ വളർച്ച വേറെ എവിടെ നിന്ന് കിട്ടാനാണ്? ഇപ്പോൾ പെട്ടെന്ന് മനസ്സിൽ വരുന്നത്, പത്രോസ് കുറേ പേര് ഈശോയെ വിട്ടിട്ട് പോയി. ഈശോയുടെ ശിഷ്യന്മാർ തന്നെ അന്ന് വിട്ടിട്ട് പോയി. ഈശോ പറഞ്ഞത് ഇത് കഠിനമാണ്, ഇതെനിക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പോയി. എന്താണ് ഇവൻ പറയണത്? ഇവൻ്റെ ശരീരം ഭക്ഷിക്കണമെന്നോ രക്തം പാനമെന്നോ? ഇത് ആർക്ക് പറ്റുന്നത്? ഇത് ശരിയല്ല കേട്ടോ. അപ്പോൾ അവരുടെ യുക്തി, അതാണ് യുക്തിയുടെ പ്രശ്നം. എന്നാൽ അവർക്കതങ്ങ് ഈശോ ആണ് പറയണത്, ഈശോ ദൈവമാണ്, ഈശോ പറയണതിൽ എന്തോ വലിയ രഹസ്യമുണ്ട്, നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത വലിയ രഹസ്യമാണ് ഈശോ പറയണതെന്ന് ചിന്തിക്കാതെ അവരുടെ യുക്തിക്ക് മനസ്സിലായില്ല എന്നും പറഞ്ഞ് അവരത് വിട്ടിട്ട് പോയി കളഞ്ഞു. ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ചേ, അവിടെ ഉണ്ടായിരുന്ന ഒരമ്മച്ചി പറയണം, അതെ ഈശോയെ അവരെ ഇങ്ങോട്ട് വിളിക്കുക, ഈശോ ഒരു ചെറിയ മാറ്റം വരുത്ത്, ഈശോയുടെ ഈ പ്രബോധനത്തിൽ ഒരു ചെറിയ മാറ്റം വരുത്തിയാൽ അവർ വിട്ടുപോകാതെ നമുക്ക് അവരെയും കൂടി ചേർത്ത് കൊണ്ടുപോയിക്കൂടെ എന്നൊരമ്മച്ചി പറയുകയാണെങ്കിൽ ഈശോന് മാറ്റാൻ പറ്റുമോ ആ പ്രബോധനം? എൻ്റെ ശരീരം ഭക്ഷിക്കുവിൻ എന്ന് പറയുന്ന പ്രബോധനം ഈശോന് മാറ്റാൻ പറ്റുമോ? അതാണ് അതിൻ്റെ കാര്യം. എന്നിട്ട് ഈശോ അപ്പസ്തോലന്മാരോട് നേരെ തിരിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങൾക്കും പോകണോ? നിങ്ങൾക്ക് പോകണമെങ്കിൽ പോകാം എന്ന് പറഞ്ഞാൽ ഈ പ്രബോധനം നിങ്ങൾ സ്വീകരിക്കുന്നുണ്ടോ? അവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ 12 അപ്പസ്തോലന്മാരോട് ചോദിച്ചു. അപ്പോൾ ആ 12 അപ്പസ്തോലന്മാരോടുമായിട്ട് അവൻ ചോദിച്ചു. അതാണ് അപ്പസ്തോലിക വിശ്വാസത്തിൻ്റെ പ്രത്യേകത. അവൻ 12 അപ്പസ്തോലന്മാരോടുമായിട്ട് ചോദിച്ചു. കേട്ടോ, കൃത്യമായിട്ട് അവിടെ എഴുതിയിരിക്കുകയാണ്, 12 പേരോടുമായി ചോദിച്ചു. യോഹന്നാൻ 6:67. അവൻ 12 പേരോടുമായിട്ട് ചോദിച്ചു, നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നുവോ? അതിൻ്റെ അർത്ഥം നിങ്ങളും ഈ പ്രബോധനത്തെ സ്വീകരിക്കുന്നുവോ ഇല്ലയോ? അപ്പോൾ 68 പറയുകയാണ്, ശിമയോൻ പത്രോസ് മറുപടി പറഞ്ഞു, കർത്താവേ ഞങ്ങളാരുടെ അടുത്തേക്ക് പോകും? കണ്ടോ, നിത്യജീവൻ്റെ വചനങ്ങൾ നിന്റെ പക്കലാണല്ലോ. നിത്യജീവൻ്റെ വചനങ്ങൾ, അതായത് ഇവിടെ വെച്ച് ഈ വചനം നമ്മൾ സ്വീകരിക്കുമ്പോൾ തന്നെ നമുക്ക് നിത്യജീവൻ ആരംഭിക്കുകയാണ്. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നിത്യജീവൻ മരിച്ചു കഴിഞ്ഞിട്ട് കിട്ടുന്നൊരു കാര്യമാണ്.
എന്നാൽ ഈ വചനങ്ങൾ സ്വീകരിക്കുമ്പോൾ നമുക്ക് വേറൊരു വചനമുണ്ട്, യോഹന്നാൻ 8:52. യഹൂദർ പറഞ്ഞു, നിനക്ക് പിശാചുണ്ടെന്ന് ഇപ്പോൾ ഞങ്ങൾക്ക് വ്യക്തമായിരിക്കുന്നു. അബ്രഹാം മരിച്ചു, പ്രവാചകന്മാരും മരിച്ചു, എന്നിട്ടും എൻ്റെ വചനം പാലിക്കുന്ന ഒരുവനും ഒരിക്കലും മരിക്കുകയില്ല എന്ന് നീ പറയുന്നു. കണ്ടോ, അവർക്കത് മനസ്സിലാവുന്നില്ല. എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല? അവർ അവനിൽ വിശ്വസിക്കാത്തത് കൊണ്ട്. അപ്പോൾ വിശ്വാസത്തിൻ്റെ രഹസ്യമെന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മളവിടെ കണ്ടു, പത്രോസ് പറയാണ്, നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും അറിയുകയും ചെയ്യുന്നു. അങ്ങനെ നീയാണ് ദൈവത്തിൻ്റെ പരിശുദ്ധൻ എന്ന് വിശ്വസിക്കുകയും അറിയുകയും ചെയ്താൽ ആ ഈശോ പറയുന്ന വചനം വിശ്വസിക്കുമ്പോൾ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. ആ വചനം വിശ്വസിക്കുമ്പോൾ അതാണ്. അവൻ മരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ആത്മീയമായ മരണത്തെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇതെല്ലാം ഇതിൽ പ്രതിപാദിക്കുന്നുണ്ട്. വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മളത് പഠിച്ചതായിരുന്നു. 163 163. ഈ ഭൂമിയിലെ വിശ്വാസം നിത്യജീവൻ്റെ സമാരംഭം. ഈ ഭൂമിയിലെ തീർത്ഥാടനത്തിൽ നമ്മുടെ ലക്ഷ്യമായ സൗഭാഗ്യ ദർശനത്തിൻ്റെ ബിയാറ്റിഫിക് വിഷൻ, സന്തോഷവും പ്രകാശവും മുൻകൂട്ടി അനുഭവിക്കാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. അപ്പോൾ നമ്മൾ ദൈവത്തെ മുഖാമുഖം അവിടെ നിന്നായിരിക്കുന്നത് പോലെ കാണും. അങ്ങനെ വിശ്വാസം ഇപ്പോൾ തന്നെ നിത്യജീവൻ്റെ ആരംഭം കുറിക്കുന്നു. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവിക്കുമ്പോൾ തന്നെ നിത്യജീവൻ്റെ ആരംഭം കുറിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. 163. ഓക്കെ, അപ്പം നമുക്ക് 94 പോകാം. പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ, അതാണ് അടിത്തറ. വിശ്വാസ നിക്ഷേപത്തിലെ യാഥാർത്ഥ്യങ്ങളെയും, അതാണ് വിശ്വാസ സത്യങ്ങൾ, ഡോഗ്മ, വിശ്വാസ സത്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ്. വിശ്വാസ സത്യങ്ങൾ നമ്മൾ യാതൊരു ചോദ്യവും കൂടാതെ നമ്മുടെ യുക്തിയിൽ അതിനെ സ്വീകരിക്കണം. നമ്മുടെ യുക്തിയിൽ 274, നമ്മുടെ യുക്തിയിൽ ഈ വിശ്വാസം ദൈവത്തിനൊന്നും അസാധ്യമല്ല. 274 വായിച്ചോട്ടെ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന ചിന്തയെ നമ്മുടെ മനസ്സുകളിൽ ദൃഢപ്പെടുത്താനാണ് നമ്മുടെ വിശ്വാസത്തെയും പ്രത്യാശയെയും ഉറപ്പിക്കാൻ ഏറ്റവും പര്യാപ്തമായ മാർഗം. ദൈവത്തിൻ്റെ അനന്തശക്തി എന്ന ആശയം ഉൾക്കൊള്ളാൻ ഒരിക്കൽ നമ്മുടെ യുക്തിക്ക് കഴിഞ്ഞാൽ, ഇത് അടിയൊരേഴേണ്ട ഭാഗമാണ്, ഒരിക്കൽ നമ്മുടെ യുക്തിക്ക് കഴിഞ്ഞാൽ, എന്ത് കഴിഞ്ഞാൽ? ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല എന്നും ദൈവത്തിൻ്റെ അനന്തശക്തി എന്ന ആശയം ഉൾക്കൊള്ളുവാൻ ഒരിക്കൽ നമ്മുടെ യുക്തിക്ക് കഴിഞ്ഞാൽ, നാം വിശ്വസിക്കേണ്ട കാര്യങ്ങൾ അവ പ്രകൃതിയുടെ സാധാരണ നിയമങ്ങളെ അതിശയിക്കുന്ന മഹത്തരവും അത്ഭുതകരവുമായ കാര്യങ്ങളായാൽ പോലും നിഷ്പ്രയാസം യാതൊരു വൈമനസ്യവും കൂടാതെ അംഗീകരിക്കാനാകും. ഇപ്പോൾ കന്യകയോട് പറയാണ്, നീ പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയാവുന്നു. ഇത് അവളുടെ യുക്തിയിൽ അവൾ സ്വീകരിക്കാൻ സാധിക്കുന്നത് ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്ന, ദൈവത്തിൻ്റെ അനന്തശക്തി എന്ന ആശയം ഉൾക്കൊള്ളാൻ അവളുടെ യുക്തി കഴിഞ്ഞതുകൊണ്ടാണ്. യുക്തി, വിശ്വാസത്തിൻ്റെ അടിത്തറ യുക്തി പ്രകാശിപ്പിക്കപ്പെട്ട് ദൈവത്തിൻ്റെ അനന്തശക്തിയെ നമ്മൾക്ക് യുക്തി കൊണ്ട് ഉൾക്കൊള്ളാൻ സാധിക്കണം. യുക്തി കൊണ്ട് തന്നെ. ഒന്നുകൂടി പറയാണപ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ വിശ്വാസ നിക്ഷേപത്തിലെ, ആ വിശ്വാസ നിക്ഷേപം എന്ന് പറയുന്നതാണ് ഈ കത്തോലിക്ക സഭയുടെ മതബോധനം മുഴുവനും. സഭയുടെ ഡോക്ട്രിൻ, സഭയുടെ വിശ്വാസ സത്യങ്ങൾ, സഭാപ്രബോധനങ്ങൾ, പാരമ്പര്യം, ഇതെല്ലാം അടങ്ങുന്നതാണ് വിശ്വാസ നിക്ഷേപം. യാഥാർത്ഥ്യങ്ങളെയും വാക്കുകളെയും കുറിച്ചുള്ള അറിവിൽ
വളർച്ചയുണ്ടാകുക സഭയുടെ ജീവിതത്തിൽ സാധ്യമാണ്. ഇറ്റ് ഈസ് പോസിബിൾ. ഞാനിത് ഇടയ്ക്കിടയ്ക്ക് പറയുമ്പോൾ നിങ്ങൾ എന്നോട് വിരോധം വിചാരിക്കരുത്. ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ പറയാണ്. ഇത് പഠിക്കാനോ നമ്മൾ വേറെ ഒരു കോളേജിലോ സ്കൂളിലോ പോകണ്ട. നമ്മളുടെ കയ്യിലുള്ള ഈ പുസ്തകം എടുത്ത് വെച്ച് നമ്മൾ വീട്ടിലിരുന്ന് പഠിക്കണം. അതിനൊരു ഉദാഹരണം ഈ തോമസ് പോളാണ്. ഞാൻ ഒരു വിശ്വാസിയാണ്. ഞാൻ വെറും വിശ്വാസിയാണ്. എനിക്ക് വേറെ ഒരു അഭിഷേകമൊന്നുമില്ല. എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ എനിക്ക് ഈ വിശ്വാസത്തിൻ്റെ നിക്ഷേപം എൻ്റെ സ്വത്താണ്, എൻ്റെ സമ്പത്താണ്. ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മളെല്ലാവർക്കും ഈ വിശ്വാസത്തിൻ്റെ നിക്ഷേപം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് അതെത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, ദൗത്യമാണ്, നമ്മുടെ ദൗത്യമാണ്. ആ ദൗത്യം നമ്മളൊന്ന് സ്വീകരിക്കുക. നമ്മൾ വേറെ ഒന്നിനും വേണ്ടിയല്ല. എനിക്കറിയണം, എനിക്ക് ലഭിച്ച വിശ്വാസത്തെ അറിയണം. അങ്ങനെ ഞാൻ ദൈവത്തെ അറിഞ്ഞ് സ്നേഹിക്കണം. ഹല്ലേലൂയ. ഇനി അടുത്ത 3 ഭാഗങ്ങൾ ഇത്രയും ഇതിൻ്റെ ഉപവകുപ്പുകളാണ്. അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി. പ്രൈസ് ദി ലോർഡ്. കണ്ടോ, ഇത് പഠന വിഷയമാക്കണം. വിശ്വാസി എന്ത് ചെയ്യണം? അവയെപ്പറ്റി തങ്ങളുടെ ഹൃദയങ്ങളിൽ, ഹൃദയങ്ങളിൽ. എന്നിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്ന റെഫറൻസ് മാതാവിൻ്റെ ഉദാഹരണമാണ്. 2 വത്തിക്കാൻ സൂനദോസിലെ ഒരു പ്രബോധനമാണ് 57 ദൈവഗർഭം. എന്നിട്ട് ലൂക്ക 2:19, ലൂക്ക 2:51. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം പറഞ്ഞിരിക്കുകയാണ്, മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു ഗാഢമായി ചിന്തിച്ചു കൊണ്ടിരുന്നു. അപ്പോൾ മാതാവിനെ അനുകരിക്കുന്നവരായ നമ്മൾ വേണ്ടത്, നമ്മൾ ഈ നമ്മുടെ വിശ്വാസത്തിൻ്റെ നിക്ഷേപത്തെ ഹൃദയത്തിൽ ഉണ്ടത് അത് ഹൃദയത്തിൽ ധ്യാനിക്കണം. 2-ാം അധ്യായത്തിൽ തന്നെ 51-ാമത്തെ വചനത്തിൽ പറയാണ്, പിന്നെ അവൻ അവരോടൊപ്പം പുറപ്പെട്ടു, നസ്രത്തിൽ വന്നു, അവൾക്ക് വിധേയനായി ജീവിച്ചു. അവൻ്റെ അമ്മ ഈ കാര്യങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഇത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ എടുത്ത് പറഞ്ഞിരിക്കണമെന്നാണ്. ലൂക്കായുടെ സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ 2 പ്രാവശ്യം ഹൃദയത്തിൽ സംഗ്രഹിച്ചു എന്ന് എഴുതിയിട്ടുണ്ട്. എന്താണ് അവൾ ഹൃദയത്തിൽ സംഗ്രഹിച്ചത്? അതാണ് ഈ വിശ്വാസ നിക്ഷേപം മുഴുവനും. അതുകൊണ്ടാണ് മറിയം സഭയുടെ അമ്മ എന്ന് പറയുന്നത്. അമ്മ, നമ്മുടെ അമ്മയാണ് എന്ന് പറയുന്നത്. വിശ്വാസ നിക്ഷേപത്തിൻ്റെ കാര്യത്തിൽ ഈ ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ യേശുവിൻ്റെ അമ്മ എന്നതിൽ മാത്രമല്ല, യേശുവിൻ്റെ ശിഷ്യ എന്ന നിലയിൽ, ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ മറിയത്തിൻ്റെ ഹൃദയത്തിൽ ഈ വിശ്വാസ നിക്ഷേപം സംഗ്രഹിക്കപ്പെട്ടിരുന്നു. ഇത് നമ്മൾക്കെല്ലാവർക്കും ഇത് ഉണ്ട്. ഇത് തന്നെയാണ് ആ അമ്മയിലേക്ക് കൊടുത്തിരിക്കുന്നത്. സഭയാകുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന നമ്മളെല്ലാവർക്കും ഇത് ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഇന്ന് പറയുകയാണ്, ഞാനിത് ഇന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുന്നൊരു കാര്യം, ഇത് ഇന്നും ഇന്നലെയുമല്ല ഞാനിത് പഠിക്കാൻ തുടങ്ങിയത്. 20 വർഷമായിട്ട് ഞാനിതിരുന്ന് പഠിക്കുന്നതാണ്. അല്ലെങ്കിൽ എന്നെ ഈശോ ഇത് പഠിപ്പിക്കുകയാണ്. മോർ ദാൻ 20 years. അത് ഞാൻ പറയുന്നത് നിങ്ങളിതിനു വേണ്ടി സമയം ചെലവഴിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ഇതിനുവേണ്ടി സമയം ചെലവഴിക്കാണ്ട് പഠിക്കാൻ പറ്റുമോ? മാതാവും ഈശോയും 33 വർഷം, അതിൽ 30 വർഷം ഈശോയും മാതാവും ഒരുമിച്ച് ജീവിക്കുകയായിരുന്നു. എന്താ അവരവിടെ ചെയ്തത്? അവർ ഈ വിശ്വാസത്തിൻ്റെ നിക്ഷേപത്തെക്കുറിച്ച് ധ്യാനിക്കുകയും സംസാരിക്കുകയും ചിന്തിക്കുകയും പ്രാർത്ഥിക്കുകയും അത് ലോകത്തിലേക്ക് ഒഴുകുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കാം അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് 30 വർഷം. അപ്പം അങ്ങനെ നമ്മളുടെ വിശ്വാസത്തിൻ്റെ അവയെപ്പറ്റി തങ്ങളുടെ വിശ്വാസികളുടെ ഹൃദയത്തിൽ ധ്യാനിക്കുന്ന വിശ്വാസികളുടെ വിചിന്തനവും പഠനവും വഴി, ഇത് നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റിയാണ്.
ഇത് നമ്മുടെ സ്വന്തം റെസ്പോൺസിബിലിറ്റി ആണെന്ന് ഒന്ന് പിടിക്കും, ഒരു മുറുക്കെ പിടിക്കും. ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഞാൻ വേറെ ആരെയും നോക്കണ്ട. എനിക്ക് ദൈവം തന്ന വിശ്വാസ നിക്ഷേപത്തെ ഞാൻ പഠിക്കണം. ഇന്ന് അതിനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്ക് തന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴ്ത്തപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി. അപ്പോൾ സഭയിൽ ഈ ആവിഷ്കൃത സത്യത്തെ സംബന്ധിക്കുന്ന അറിവിനെ ആഴപ്പെടുത്തുന്ന അപ്പോൾ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. അപ്പോൾ നോക്കി, ആ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊരു ചാക്രിക ലേഖനം തന്നെ. ആവിഷ്കൃത സത്യം, പരിശുദ്ധാത്മാവ് ജീവദാതാവാണ്. അത് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്നു. വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന ആ ആവിഷ്കൃത സത്യം നമ്മളെ പരിശുദ്ധ പിതാക്കന്മാർ ആ ശാസ്ത്രീയമായ രീതിയിൽ നമ്മുടെ അറിവിനെ ആഴപ്പെടുത്തുന്ന ദൈവശാസ്ത്ര ഗവേഷണം വഴി നമ്മളെ പഠിപ്പിക്കുന്നു. ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് ഇനി അതിൻ്റെ അടുത്ത പടിയാണ്. ആധ്യാത്മിക കാര്യങ്ങളെ സംബന്ധിച്ച് വിശ്വാസികൾക്ക് അനുഭവവേദ്യമാകുന്ന ആഴമായ അറിവ് വഴി. കണ്ടു, എല്ലാം ആഴം തന്നെ പറയാണ്. ആഴമായ അറിവ് വഴി. 59 ദൈവർഭമാണ്. ദൈവർഭം എന്നത് സഭ ഈ വത്തിക്കാൻ ഡോക്യുമെൻ്റിലൊന്നാണ് ദൈവർഭം. ഇനി അടുത്തത് തിരുവചസ്സുകൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. അത് ഭയങ്കര രഹസ്യമാണ്. നമ്മൾ പഠിക്കുന്ന ദൈവവചനം വിതച്ച പോലെ നമ്മുടെ ആത്മാവിൽ വിതയ്ക്കപ്പെടുന്നു. ഇത് ആരെഴുതിയിരിക്കുന്നതാണ്? വിശുദ്ധ ഗ്രിഗറി ദ ഗ്രേറ്റ് പറയാണ്, തിരുവചസ്സുകൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. ഇപ്പോൾ നമ്മൾ ധ്യാനമെല്ലാം കൂടി ആദ്യകാലത്ത് പഠിച്ചിട്ടുള്ളൊരു വചനമാണ്. എന്താണത്? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇല്ലേ? ആദ്യം നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. ഇത് നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട് നമ്മൾ ഈ ധ്യാനമെല്ലാം കൂടിയപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തതാണ്. പക്ഷേ അന്നുണ്ടായ ആ വളർച്ചയാണോ അതേ ഒരു വചനത്തിൻ്റെ അകത്തടങ്ങിയിരിക്കുന്ന ആഴമായ ബോധ്യങ്ങളും അതിൻ്റെ ആശയങ്ങളും ഇപ്പോഴും നമ്മളിൽ വളർന്നുകൊണ്ടിരിക്കും. അതാണ് തിരുവചസ്സുകൾ അവ വായിക്കുന്നവനോടൊപ്പം വളരുന്നു. അത് നമ്മൾ എത്ര പ്രാവശ്യം വായിക്കുന്നോ പഠിക്കുന്നോ വിചിന്തനം ചെയ്യുന്നുവോ അതനുസരിച്ച് വളരുന്നു. ഇനി അവസാനമായിട്ട് മെത്രാൻ സ്ഥാനത്തിൽ പിന്തുടർച്ചാവകാശത്തോടൊപ്പം സത്യത്തിൻ്റെ വരം ലഭിച്ചവരുടെ പ്രഘോഷണം വഴി, അതായത് അപ്പസ്തോലന്മാരുടെ കൈവപ്പ് വഴി ഉണ്ടായതാണ് മെത്രാൻ സ്ഥാനം. അതായത് ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകിയിരിക്കുന്ന ആ പ്രബോധനങ്ങളുടെ കൈമാറ്റത്തിന് അഭിഷേകം ചെയ്യപ്പെട്ടവരാണ് മെത്രാന്മാർ. അതാണ് അവരുടെ പ്രധാന ദൗത്യം. അപ്പോൾ ആ മെത്രാൻ സ്ഥാനത്തിലുള്ളത് പിന്തുടർച്ചാവകാശമാണ്. ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. മെത്രാൻ അഭിഷേകം ചെയ്യുന്ന സമയത്ത് മെത്രാൻ മുട്ടുകുത്തി നിന്നിട്ട് ആ മെത്രാൻ്റെ ശിരസിൽ വിശുദ്ധ ലിഖിതം ഇങ്ങനെ വയ്ക്കുകയാണ്. ഇങ്ങനെ വെച്ചുകൊണ്ട് ആണ് അദ്ദേഹത്തിന് അഭിഷേകം ചെയ്യുന്നത്. അതായത് ഈ മെത്രാൻ ഈ വിശുദ്ധ ലിഖിതം, ഈശോയുടെ വിശുദ്ധ ലിഖിതം പ്രസരിപ്പിക്കാനുള്ള അവൻ്റെ ദൗത്യമാണ് മെത്രാൻ എന്നുള്ളത്. ഇങ്ങനെയാണ് മെത്രാഭിഷേകത്തിൻ്റെ ഒരു ഭാഗം. ഇതിങ്ങനെ വെച്ചുകൊണ്ടാണ് പ്രധാന മെത്രാപ്പൊലീത്ത ആർച്ച് ബിഷപ്പോ ആ മെത്രാനെ അഭിഷേകം ചെയ്യുന്നത്. അങ്ങനെ ആ മെത്രാൻ്റെ ആ വിശുദ്ധ ലിഖിതത്തെ ഈ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്ന ദൗത്യത്തിനോട് ചേർന്നാണ് മറ്റ് വൈദികരും അൽമേനികളും എല്ലാം സഹകരിച്ച് പ്രവർത്തിക്കുന്നത്. ഇത് 94-ാമത്തെ നമ്പർ തന്നെയാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. 94-ാമത്തെ നമ്പറിൻ്റെ അവസാന ഭാഗമാണ്.
മെത്രാൻ സ്ഥാനത്തിൽ പിന്തുടർച്ചാവകാശത്തോടൊപ്പം, അപ്പോൾ മെത്രാൻ സ്ഥാനത്തിൽ പിന്തുടർച്ചാവകാശമുണ്ട്. പിന്തുടർച്ചാവകാശം പരിശുദ്ധാത്മാവിലൂടെ മെത്രാനെ അഭിഷേകം ചെയ്യുമ്പോൾ അപ്പസ്തോലിക പിന്തുടർച്ചാവകാശം, അതായത് ഈശോ അപ്പസ്തോലന്മാർക്ക് നൽകിയ ആ പ്രബോധനങ്ങൾ പിന്തുടർച്ചയായിട്ട് അവരാർക്ക് കൈവച്ച് പ്രാർത്ഥിച്ച് മെത്രാൻ സ്ഥാനം കൊടുക്കുന്നു. മെത്രാൻ സ്ഥാനത്തിലേക്ക് തിരഞ്ഞെടുത്തവർക്ക് ഈ പിന്തുടർച്ചാവകാശമുണ്ട്. എന്തിൻ്റെ പിന്തുടർച്ചാവകാശം? ഈ പ്രബോധനങ്ങളുടെ, ഈശോ അപ്പസ്തോലന്മാർക്ക് കൈമാറിയ ആ വിശ്വാസ നിക്ഷേപത്തിൻ്റെ വളർച്ച ഈ കാലഘട്ടത്തിലുണ്ടാകുന്നു. അങ്ങനെ ഇന്ന് നമുക്ക് മെത്രാന്മാരുടെ സംഘം എന്ന് പറയുന്നത് 5000-ഓളം മെത്രാന്മാരാണുള്ളത്. 5000-ഓളം മെത്രാന്മാർ, 5000 ആർച്ച് ബിഷപ്പ്മാർ. മെത്രാൻ സ്ഥാനത്തിൽ പിന്തുടർച്ചാവകാശത്തോടൊപ്പം സത്യത്തിൻ്റെ വരം ലഭിച്ചവരുടെ പ്രഘോഷണം വഴി, സത്യത്തിൻ്റെ വരം. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ ഇവിടെ നിർത്തിയാണ്. എല്ലാവർക്കും നന്ദി. നമ്മൾ ഇന്ന് കേട്ടതിൽ വിശ്വാസഗ്രഹണത്തിൻ്റെ വളർച്ച, നമുക്കിതിനു വേണ്ടി ഒന്ന് ആഴമായി പ്രാർത്ഥിക്കുക.